കോഴിക്കോട് മംഗലാപുരം ട്രെയിനിലെ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായി. മാടായി സ്വദേശിയായ വിജുവാണ് പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമും പരിസരവും കേന്ദ്രീകരിച്ച് സ്ഥിരമായി മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. കോഴിക്കോട്ട് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ കണ്ണൂരിൽ നിന്നും കയറിയ കാസർഗോഡ് സ്വദേശിയായ മധ്യവയസ്കനാണ് മോഷണത്തിന് ഇരയായത്. യാത്രക്കാരൻ ഒരു കവറിലാക്കി സീറ്റിൽ വച്ചിരുന്ന ഫോൺ കണ്ണൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയ വിജുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയതോടെ ഇയാൾ മൊബൈൽ ഫോൺ അടങ്ങിയ കവറുമെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചാടിയോടി. ഫോൺ നഷ്ടപ്പെട്ട ഉടൻ തന്നെ യാത്രക്കാരൻ റെയിൽവേ കൺട്രോൾ റൂമിലും റെയിൽവേ പോലീസിലും പരാതി നൽകി. ഉടൻ തന്നെ റെയിൽവേ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കാണാതായ ഫോണിന്റെ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെയാണെന്ന് വ്യക്തമായി. പ്രതി കറുത്ത ടീഷർട്ടാണ് ധരിച്ചിരുന്നതെന്ന യാത്രക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പരിശോധന ശക്തമാക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ രാത്രി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തന്നെ വിജുവിനെ പോലീസ് വളഞ്ഞുപിടിച്ചു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും പിടിയിലാകുന്ന സമയത്ത് ഫോൺ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. മോഷണ മുതലുമായി പിടിയിലാകാതിരിക്കാൻ ഫോൺ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിന് സമീപം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഒളിപ്പിച്ച നിലയിൽ ഫോൺ കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ് ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.